ഞാൻ ഡോക്ടർ വെങ്കടേശ്വരൻ, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് കൺസൾട്ടൻ്റാണ്, സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ, മഞ്ഞുമല്ല്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ച വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകാൻ കഴിവുള്ള, ഓജസ്സുള്ള, ഇച്ഛാശക്തിയുള്ള, വിഷനുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് ആവശ്യം. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് വികസനം മുരടിച്ച് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം എത്രയോ പിറകിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ അഭ്യസ്തവിധരായ ഒരുപാട് യുവാക്കൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ആശ്രയിച്ച് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവജനങ്ങൾ ഇവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. അവരെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് വികസനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം കഴിവുറ്റ, ഇച്ഛാശക്തിയുള്ള, വിഷനുള്ള ഒരു നേതാവാണ് എന്നുള്ളത് അദ്ദേഹം ഇതിനകം തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അതിനുശേഷം അദ്ദേഹം ചാനലുകളിലും മീഡിയയിലും അദ്ദേഹം നടത്തിയ സംവാദങ്ങളുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഭരണരംഗത്ത് വരണം എന്നാഗ്രഹിക്കുന്ന ശ്രീ വേണുഗോപാൽ AICC മെമ്പറായിരുന്ന ആ കമ്മിറ്റിയാണ് തീരുമാനിച്ചത് എം പിമാരാരും ഇലക്ഷന് നിൽക്കേണ്ടതില്ല എന്നുള്ളത്. അതുമാത്രമല്ല, കോൺഗ്രസ് ഭരണകാലത്ത് 8 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്ന ഈ കേരള സംസ്ഥാനത്തിൽ ഒരു മന്ത്രിയായിരുന്നു ശ്രീ വേണുഗോപാൽ. അദ്ദേഹം എന്തെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്തതായിട്ട് നമുക്ക് പറയാനില്ല. പിന്നീടുള്ളത് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം പല പ്രാവശ്യം മന്ത്രിയായിരുന്നു. പക്ഷേ അതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തികളേക്കാൾ പ്രാധാന്യം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വ പാഠവുമുള്ള, അറിവുള്ള, വിഷനുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹം ആഗ്രഹിക്കുന്നതും ഇവിടുത്തെ മുഴുവൻ യുവാക്കൾ ആഗ്രഹിക്കുന്നതും ശ്രീ വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നേതൃത്വം നൽകിയ കോൺഗ്രസ് പാർട്ടി എത്രയോ പിറകിൽ നിന്നും മറ്റ് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയധികം ഭൂരിപക്ഷമുള്ള ഒരു കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയും ശ്രീ വി ഡി സതീശൻ്റെയാണ്. നമുക്കറിയാം, കൂട്ടായ പ്രവർത്തനമാണ് കോൺഗ്രസിൻ്റെ നേട്ടം എങ്കിലും അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിയത് ശ്രീ വി ഡി സതീശനാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മാറ്റി നിർത്തി നമ്മുടെ സംസ്ഥാനത്തിന് വേറൊരു മുഖ്യമന്ത്രി വരികയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലവും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ തന്നെ 63 MLA-മാർ, ആ 63 MLA-മാരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും കഴിവുറ്റ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി ശ്രീ വി ഡി സതീശനാണ്. അതുകൊണ്ട് ശ്രീ വി ഡി സതീശൻ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള നമ്മുടെ ജനതയുടെ ആഗ്രഹം AICC മെമ്പർമാരും അതുപോലെ തന്നെ AICC നിരീക്ഷകരും, രാഷ്ട്രീയ നേതാക്കളും അത് മുന്നിൽ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ എന്ന് വളരെ വിനയപുരസരം ആണ് എനിക്ക് പറയുവാനുള്ളത്.